എടാ അനു അങ്ങോട്ട് പോകടാ, റോഡിൽ കൂടെ പോകാമെന്ന് പറയില്ലല്ലേ, ഈ പുഴയിൽ കൂടെ വെള്ളം തുഴഞ്ഞു പോകുന്നതല്ലാണ്ട് അടിപൊളി. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ, ഉത്സവ ഘോഷയാത്രയാണ്. അപ്പോൾ ഈ അമ്പലം കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കടയിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഘോഷയാത്രയൊക്കെ കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു 10-15 ഫ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒരു 3-4 ഫ്ലോട്ടുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതേ ഉള്ളൂ കേട്ടോ, കുറവാണെന്നാലും നമുക്കിവിടെ ഇരുന്ന് കാണാം. പിന്നെയെന്ന് വെച്ചാൽ ഈ ഫ്ലോട്ടുകളെല്ലാം നേരെ അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്നും അവിടെ നിന്നൊക്കെ അവർ ഇങ്ങനെ വഴിപാടായിട്ടൊക്കെ നേർന്ന് അതെല്ലാം നേരെ അമ്പലത്തിൽ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അവർ അവിടെ നിന്നാണ് കേട്ടോ പിന്നെ വരിവരിയാന്ന് കൊണ്ടുവരും. അത് കാണാനാണ് നല്ല രസം. പിന്നെ ഇത് നേരെ പോയിട്ട് രാത്രി ഒരു 7:30 വൈകിട്ട് 7-7:30 ആകുമ്പോൾ തിരിച്ച് പിന്നെ അവർ അമ്പലത്തിൽ വരും. അപ്പോൾ കാണാൻ അടിപൊളി ലൈറ്റ് സെറ്റിങ്ങും ഒക്കെ ഇട്ട് ഭയങ്കര DJ ഒക്കെ ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ നേരെ അവർ അമ്പലത്തിലോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. ഇത് അപ്പുറത്തെ ജംഗ്ഷനിലെ ഫ്ലോട്ടാണ്. ഇതെല്ലാം നേരെ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ടാണ് പിന്നെ അത് എല്ലാവരും വരിവരിയാന്ന് നിർത്തി എല്ലാം വരുന്നത്. അപ്പോൾ അത് കാണാനാണ് അടിപൊളി. ഇതിപ്പോൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിതിലുള്ള സോങ്ങുകളും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. കാരണം എന്താ, കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. അതും കൂടെയൊക്കെ ഒന്ന് ഇടാൻ പറ്റിയെങ്കിൽ അടിപൊളിയായിരുന്നു വീഡിയോ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, ഇടാൻ കഴിയത്തില്ലല്ലോ, കോപ്പിറൈറ്റ് വരും കേട്ടോ. അപ്പോൾ ഫ്ലോട്ടുകളെല്ലാം അവർ അമ്പലത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഉടനെ തന്നെ വരും. അപ്പോൾ അതാ അലോൺസ്മെൻറ്റ് വണ്ടി വരുന്നുണ്ട്, അതിൻ്റെ പുറവേ നമ്മുടെ ആന വരുന്നുണ്ട്. പിന്നെ ഇതാ നെറ്റിപ്പട്ടം കെട്ടിയ നമ്മുടെ ആന വരുന്നുണ്ടാവും. പിന്നെ അതാ ബാലികമാരൊക്കെ വരുന്നത്, അതിൻ്റെ പുറവേ ഇനി ഫ്ലോട്ടുകളൊക്കെ വരും. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ജനിച്ചാലൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളേ എഴുന്നള്ളത്തും വിളക്കും 12:30 രാത്രിയിൽ കേട്ടോ. അതെന്ന് വെച്ചാൽ കാണാൻ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ കടയൊക്കെ അടച്ചിട്ട് 2 ദിവസം കൊണ്ട് ഉത്സവമൊക്കെ ആയതുകൊണ്ട് റോഡിൽ ജംഗ്ഷനിലാണെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ അവർ വന്ന് ടിക്കറ്റൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് 10:30 വരെ ഒക്കെ ഇരിക്കും. അപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടയൊക്കെ അടച്ചിട്ട് വന്നപ്പോൾ മോൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കി. അങ്ങനെ ഞങ്ങൾ പുനലൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ രാത്രി 12:30 ആയി. അമ്പലത്തിൻ്റെ അവിടെ വന്നപ്പോഴത്തേനോട്ട് ഭയങ്കര മഴയും തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആ സ്കൂട്ടിയിലാണ് ഞങ്ങൾ 3 പേരും കൂടെ പോയത് കേട്ടോ. പോയിട്ട് വന്നപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ 12:30 എഴുന്നള്ളത്തും വിളക്കും ഉണ്ടല്ലോ, ആന. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് അപ്പുറം ഇപ്പുറം കുറേ ആൾക്കാർ നിന്നിട്ട് പന്തം ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആന നിൽക്കുന്നത്, അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ഉണ്ട് അത് അവിടെ അമ്പലത്തിൻ്റെ അവിടെ നടക്കുന്നു, എഴുന്നള്ളത്തും വിളക്കും. അപ്പോൾ അത് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട്. അപ്പോൾ ദാ ഇന്നത്തെ നമ്മുടെ ഉത്സവ ഘോഷയാത്രയാണ് കേട്ടോ ഇത്. അപ്പോൾ കടയിൽ ഇരുന്നതുകൊണ്ട് എനിക്കിതൊക്കെ കാണാൻ പറ്റി കേട്ടോ. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ഇവിടെ ജംഗ്ഷനിൽ വന്ന് നിന്ന് കാണും. എല്ലാവരും വരും കേട്ടോ, വന്ന് ഞങ്ങളെല്ലാം ഇവിടെയൊക്കെ ഉള്ള എല്ലാ ആൾക്കാരും വരും, വന്ന് കാണും. നല്ല രസമാണ് കേട്ടോ. ഫുള്ള് ബ്ലോക്കാണ് റോഡ്, ഭയങ്കര തിരക്കാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഫ്ലോട്ടുകളൊക്കെ കുറവാണ്. പിന്നെ നമുക്കിതിൽ ആ സോങ്ങും മ്യൂസിക്കും കൂടെയൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ പൊളിച്ചേനെ, വീഡിയോ അടിപൊളിയായേനെ. പക്ഷെ ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇത് തിരിച്ച് അമ്പലത്തിൽ 7-7:30 ആകുമ്പോൾ വരും. അപ്പോൾ അത് കാണാനാണ് രസം, ലൈറ്റ് സെറ്റിങ്ങൊക്കെ ഇട്ട് ഡാൻസും അടിപൊളിയാണ് കാണാൻ. അപ്പോൾ അതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പുനലൂർ പോയിട്ട് 12:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. ഉണ്ടായി എഴുന്നള്ളത്തും വിളക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.